ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി. ടെസ്റ്റ് വർക്ക് പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ്. ഇപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ ബോഡി പാർട്സുകൾ, അതായത് മെയിനായിട്ട് തന്നെ ബോഡി പാർട്സ് കിറ്റായിട്ട് മാറുന്ന രീതിയിലുള്ള ഇതാണ് പറഞ്ഞായിരുന്നത് നമ്മൾ. പിന്നെ അത് കൂടാണ്ട് നമുക്കതിൻ്റെ വേറെ കുറച്ച് പാർട്സുകളുണ്ട്. അതിൻ്റെ ഈ കളർ ബോഡി അല്ലാതെ കൊണ്ട് വന്നത് ഇപ്പോൾ ഇതേപോലത്തെ തന്നെ മാറ്റ്, മൺകാട്, അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ വന്ന പീസ്, അതേപോലെ ആ ചോക്ക് കേബിളൊക്കെ വരുന്ന ആ ഫ്രണ്ടിലത്തെ വന്ന ഭാഗങ്ങൾ, അതേപോലെ പിന്നെയുള്ളത് നമുക്കതിൻ്റെ ചെയ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വീല് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എഞ്ചിൻ്റെ സൈലൻസർ ആ ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ബോഡി കവർ മാറ്റുന്ന രീതിയിലുള്ള ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്യണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ അഴിക്കുമ്പോൾ വേറെ അങ്ങനെ പറയത്തക്ക മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ ചെയ്സിൻ്റെ ഭാഗം ഉള്ളിൽ മൊത്തം തുരുമ്പിട്ട് ഇവിടെ നിന്ന് ഈ ബോൾട്ടോൻ്റെ ഭാഗമൊക്കെ വിട്ടുപോയേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് 1-2 ബോൾട്ടുകളൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നട്ട് ബോൾട്ട് ഇട്ട് കറക്റ്റായിട്ട് സെറ്റിംഗ് ആക്കി എടുക്കണം നമുക്ക്. അതിന് ശേഷം വേണം നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കൊടുക്കാനും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അഴിക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ ഫ്രണ്ടും ബാക്കും ടയർ തീർന്നതാണ്. ടയർ മാറ്റിയിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ റിമ്മിൻ്റെ അവസ്ഥ മോശമാണ്. കാരണം ഞാൻ ഈ കുറ്റി വന്ന ഭാഗത്ത് തുരുമ്പിട്ടിട്ട് ഇവിടെ ഓട്ട കാണാം നമുക്ക് ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ റിമ്മ് നമ്മൾ അതുമിട്ട് പെയിൻ്റ് അടിക്കുന്നതിന് നല്ലത് റിമ്മ് മാറ്റി പുതിയത് ഇട്ടിട്ട് ടയർ പുതിയത് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. അപ്പോൾ റിമ്മ് മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ റിമ്മിലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ട്യൂബ്ലെസ്സിൻ്റെ ടയർ വേണമെങ്കിൽ ഇടാം. അപ്പോൾ പഞ്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ട്യൂബ്ലെസ് ടയർ ആവും കേട്ടോ. അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് പിന്നെ വന്നത് സർവീസ് വർക്കുകളാണ്. അപ്പോൾ ഞാൻ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കി വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ ഓയിൽ ലീക്കൊക്കെ ഉണ്ട്. ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്തു വിടാം. ക്ലച്ച് ഗ്രീസിങ് ഒക്കെ അടക്കാം കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ തീർന്ന് നിൽക്കണതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റണം. ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പൊല്യൂഷൻ കൂടി എടുക്കേണ്ടതായിട്ട് വരും. കാരണം പൊല്യൂഷൻ്റെ ഭാഗം കൂടി റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ടെസ്റ്റിലേക്ക് വിടാൻ, മറ്റേ ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോകാനായിട്ട്. അത്രയും കേസാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് ഏകദേശം എത്ര ചിലവ് വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ഉണ്ട്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്സ് വിത്ത് ബാക്കിയത്തെ, അതായത് ബോഡി കവർ അല്ലാണ്ട് വന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ഒരു റിം ഉൾപ്പെടുത്തുന്നുണ്ട്. 2 ടയറിൻ്റെ ഭാഗം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വെൽഡിംഗ് ഒക്കെ വരും. നമുക്ക് വെൽഡിങ് വരുന്നുണ്ട്. വെൽഡിങ്ങിൻ്റെ കേസ് ഉൾപ്പെടുത്തണം. ജനറലായിട്ട് സർവീസ് വരുന്നുണ്ട്. സർവീസ് പ്ലസ് നമുക്ക് അഴിച്ച് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ റീസെറ്റ് ചെയ്യണം. എൻ്റെ ഫിറ്റിംഗ് ചാർജ് അത്ര അടക്കമാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് 1-2 കാര്യങ്ങൾ വേറെ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഇതിൽ ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ ഇതാണ് ഹെഡ്ലൈറ്റ് അസംബ്ലി. ശരിക്കും പറഞ്ഞാൽ അത് ഗ്ലാസ്സൊക്കെ ഫൈബർ ഗ്ലാസ് ആണല്ലോ. അപ്പോൾ അത് ശരിക്കും കുറച്ച് ഫേഡായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയണം. കാരണം അത് ബാക്കിയത്തെ പെയിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ശരിക്കും തിരിഞ്ഞ് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ബാക്കിയതൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കും ആ മങ്ങലൊക്കെ കൃത്യമായിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്ന 2 ഇൻഡിക്കേറ്ററുകൾ. പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, കളർ ഫെയ്ഡ് ആയേക്കണതാണ്. അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഒന്ന് പറയണം. ഞാനത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. ഈ ഗ്ലാസ്സുകൾ ഇതൊക്കെ ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫെയർനെസ് കാണിക്കുകയും തരും. ബാക്കിയത്തൊക്കെ നല്ല ഫ്രഷായിട്ട് വരും പെയിൻറ്റ് ചെയ്ത്. ബാക്കിയത്തെ പെയിൻറ്റും ചെയ്യണം നമ്മൾ. ബാക്കിയത്തെ കവറൊക്കെ മാറ്റുമ്പോൾ ബാക്കിയത്തെ ഭാഗം ക്ലിയറായിട്ട് വരും. ഇത് മാത്രമാണ് തിരിഞ്ഞ് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കേസും കൂടി നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് വേണം അതനുസരിച്ചിട്ട് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, അതനുസരിച്ചിട്ട് പാർട്സ് ഓർഡർ കൊടുക്കണമെങ്കിൽ കൊടുക്കണം, പെയിൻറ്റിങ്ങിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കണം. അതിനനുസരിച്ചൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. വെൽഡിങ്ങിൻ്റെ കേസൊക്കെ അതിന് ശേഷം പെർമിഷൻ അപ്രൂവൽ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.